എന്തെങ്കിലും ഒറ്റയ്ക്ക് എങ്ങനെ പിറുപിറുക്കണേ? ഞാൻ പിറുപിറുക്കണത് ഒന്നുമല്ല. അന്റെ പെണ്ണുങ്ങൾക്ക് നേരം വെളുത്താലേ പഠിച്ചാൻ പോണത്ര. നമുക്ക് നാളെ ക്ലാസ് തുടങ്ങുന്നത്ര സാധനങ്ങളൊക്കെ വേണമെന്ന് അത് പറയോളൂ ഇങ്ങോട്. അവളെ പഠിച്ചാൻ പറഞ്ഞയക്കണ്ടീനീരപ്പൊ. ഞാൻ ഓളെ പഠിപ്പിക്കാനല്ല പറഞ്ഞയക്കണത്. ഞാനേ വേറെ വൈക്കാണ് ഓളെ പറഞ്ഞയക്കണത്. അതന്നെ ഞാൻ അവിടെ പറയണതും. പേരന്റെ ഉള്ളത്തെ പണികളൊക്കെ പഠിച്ചോട്ടെ. ഇനി ഒരു കുട്ടി ആയിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയെ നോക്കിയിട്ട് അവിടെ ഇരുന്നോട്ടെ. എന്നെ കൊണ്ട് ഒന്ന് ഈ പേരന്റെ ഉള്ളത്തെ പണികൾ ഒറ്റക്ക് എടുക്കാനൊന്നും 10 പൈസന്റെ ഗുണവും ഇല്ല. ഓളമ്മ ഒന്നിനാണ് കൊണ്ടുപോയാണ്ട് ചേർത്തുങ്ങാണ്ട് ബാക്കിയൊക്കെ അന്നെ കൊണ്ടാണ് പഠിപ്പിച്ചാന്ന് പൂതി വെച്ചിട്ടുണ്ടാവേ. എന്റെ അടുത്ത് എന്തായാലും അത് നടക്കൂല. അല്ല എനിക്ക് ചോറും ചാറൊന്നും വേണ്ടേ? എനിക്ക് ചോറൊന്നും വേണ്ട, ഞാൻ തിന്നിട്ടാ വന്നിക്കണത്. അത് തിന്നിട്ടുണ്ടാവും എനിക്കറിയാം. അത് പോയി കിടന്നെന്നാല് നമുക്ക് എന്തായാലും നല്ലപോലെ നിൽക്കാനൊന്നും വെക്കൂലല്ലോ. പോയി കിടക്കന്നല്ലേ വേണ്ടി വരുള്ളൂ. കുറച്ചോളം അനുഭവിക്കട്ടെ ഓനെ കൊണ്ട്. ഞാൻ എങ്ങനെയെങ്കിലും ഓനെ ആ കള്ളൂടിയൊക്കെ ഒന്ന് മാറ്റട്ടെ വിചാരിച്ചിട്ട് ഓനെ കൊണ്ട് പെണ്ണെട്ടിച്ച്. അപ്പൊ ഓൾക്ക് ഓളൊരു സ്വസ്ഥതയും സമാധാനം കൊടുക്കൂല. കുറച്ചോളം അനുഭവിക്കട്ടെ. എന്താടി അനക്ക് പുറത്ത് പഠിക്കാൻ പോണോ? അല്ലിക്ക കല്യാണത്തിന് മുന്നേ പറഞ്ഞിരുന്നല്ലോ പഠിപ്പിക്കാന്നൊക്കെ. അതുകൊണ്ടല്ലേ ഇപ്പൊ ഈ കല്യാണമൊക്കെ നടന്നത്. നിങ്ങളങ്ങനെ പറഞ്ഞതുകൊണ്ടല്ലേ നാളെ ക്ലാസ് തുടങ്ങാന് ഞാൻ അത് ഉമ്മാനോട് വന്ന് പറഞ്ഞത്. ഞാൻ അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾ പറഞ്ഞിട്ടില്ലാന്നോ? നിങ്ങളൊന്ന് പറഞ്ഞല്ലോ അന്ന് ഓനിക്ക് സമ്മതാണ്, കുഴപ്പമൊന്നുമില്ല, ഞാൻ എങ്ങനെയെങ്കിലും ഒക്കെ പറഞ്ഞ് സമ്മതിപ്പിച്ചോളാന്നൊക്കെ. ഞാൻ അങ്ങനെ ആരോടും പറഞ്ഞിട്ടില്ല. എന്റെ അമ്മ പറഞ്ഞിക്കണെന്നുള്ളത് എനിക്ക് അറിയില്ല. ഒന്നും കേൾക്കണില്ല ഇവിടെ നിന്നിട്ട്. അല്ലക്ക നിങ്ങൾക്ക് എടുക്ക, നിങ്ങൾക്ക് ചോറ് വിളമ്പി തരട്ടെ ഞാന്? എനിക്ക് ചോറൊന്നും വേണ്ട. നിങ്ങൾ കുടിച്ചിക്കണോ? നിങ്ങൾ കുടിക്കലുണ്ട് എന്നൊക്കെ ഞാൻ അറിഞ്ഞ്. സത്യാണത്? ഞാൻ കള്ളും കുടിക്കും കഞ്ചാവും അടിക്കും. എനിക്കൊരു നഷ്ടമൊന്നുമില്ലല്ലോ. ഈച്ചു കൂടി കൊടുന്ന് പിന്നെ ഒരു ഇതാക്കാൻ വന്നിക്കണ്. താത്ത പറഞ്ഞത് ശരിയാണല്ലേ. അവള് എന്നാ പഠിച്ചോൻ എന്റെ ദുരിതങ്ങളൊക്കെ ഒന്ന് തീരെ. ഉമ്മാക്ക് ഒന്ന് ചിന്തിച്ചാൽ പോരെ. കള്ളവും കഞ്ചാവും വലിച്ചു നടക്കുന്ന മകനിക്ക് എങ്ങനെങ്കിലും ഒരു പെണ്ണിനെ കിട്ടിയല്ലോ. അപ്പം സ്വത്തും മുതലും. എന്ത് തെറ്റാണ് ഇപ്പൊ ഞാൻ ചെയ്തത് ഇങ്ങനൊക്കെ അനുഭവിക്കാൻ?
ഏടി കഴിഞ്ഞിട്ടില്ലേ ഈ അടുക്കളന്റെ ഉള്ളത്തെ പണിയോള് ഈ ചെപ്പങ്ങാനും കേറിയിരിക്കുന്ന ഒരു ചോറും കൂട്ടാനൊക്കെ വെക്കാന് അല്ല ഇതുവരെ കഴിഞ്ഞില്ലേ? കഴിയാനായിക്കണമ്മ, നീ കൂട്ടാനും കൂടി ഉണ്ടാക്കാനുള്ളൂ. ചോറ് വ്യവഹാരമായി തുടങ്ങിയിരിക്കണം. നിങ്ങൾ എവിടുക്ക പോണ്? ഞാൻ എവിടക്ക് പോയാലും അനക്കെന്താണ്? അനക്കൊരു നഷ്ടമില്ലല്ലോ. ഞാൻ എന്റെ പേരന്റെ ഉള്ളിൽ നിന്നല്ലേ പോണത്. ഞാൻ എവിടെ പോയാലും വൈകുന്നേരം ആകുമ്പോത്തിന് ഞാൻ അങ്ങോട്ട് തിരിച്ചു വരും. അപ്പോത്തിന് ഈ പേരന്റെ ഉള്ളത്തെ പണിയോട് കഴിഞ്ഞിട്ടില്ലാന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ച എന്റെ അണക്ക്. ഇനി ഞാനവിടെ പോയേക്കാനാണ് മുറി കയറിയിട്ടാണ് കിടന്നുറങ്ങിക്കോളുണ്ട്. ഞാൻ കുറച്ച് ബേക്കറി സാധനങ്ങളൊക്കെ അവിടെ കൊടുന്ന് വെച്ചിരിക്കണം. അതെങ്ങാനും ഞാൻ വരുമ്പോത്തിന് അവിടെ ഇല്ലാന്നുണ്ടെങ്കിൽ അപ്പൊ ഞാനത് പറഞ്ഞുതരണ്ട്. ഇങ്ങനെ അണ്ണും പോലും കാണാത്തോടത്തുനിന്നല്ല ഇങ്ങോട്ട് വന്നിക്കണത്. അല്ല, ഓനെടുക്ക പോയത്? ഓനോട് ഞാനൊരു 100 ഉറുപ്പ്യ ചോദിച്ചിട്ട് അവിടെ കോക്ക് തന്നിട്ടില്ല. ഓ എവിടെ? ഓല് ഇവിടെ ഇല്ല. ഓല് രാവിലെ പോയതാണ്. ഇഞ്ച് കാരണം എന്റെ കുട്ടിക്ക് പെരന്റെ ഉള്ളിൽ ഇരിക്കാൻ ഒരു സ്വസ്ഥത ഇല്ലായിട്ടേക്കാര അത് പുറത്തു പോയി നടക്കണത്. ജൈന് എന്തെങ്കിലും ഒരു സ്വസ്ഥത കൊടുക്കുന്നുണ്ടാ? ഇല്ലല്ലോ. അന്നെ കൊണ്ട് കിട്ടിയ ഓരോരോ ഇടങ്ങളാണത്. 10 ഉറുപ്പ്യ തരുന്ന അതും ഇല്ലാതാക്കിജി. അതൊരു മലക്കം. ഞാൻ പോയിട്ട് വേണ്ട വരും. വേഗം പണിയോട് കഴിച്ച് വെച്ചൂട്. എന്തിനടക്കിടക്ക എന്നെ പറയണ? ഞാൻ അത്യാവശ്യം ഭക്ഷണം കഴിച്ചിട്ട് തന്നെയല്ല വന്ന്. എനിക്ക് അതിനോടൊന്നും വാർത്തയൊന്നുമില്ല. എന്തിനാ ഇങ്ങനൊക്കെ പറയുന്നു? ഫർഹാനക്കൊന്ന് വിളിച്ചു നോക്കട്ടെ. എന്തായാലും പോയതല്ലേ. ക്ലാസ്സിന് പോയിക്കാണാവോ? ഹലോ, ഇന്ന് ക്ലാസ്സിന് പോയിക്കണാ? കൊഴപ്പൊന്നുമില്ലടി. ഇവിടുന്ന് അങ്ങനെ വിളിക്കാനൊന്നും പറ്റൂല. ഞാൻ എന്നോട് പറഞ്ഞില്ലേ, പുറത്ത് വന്നിട്ട് വേണം വിളിക്കാന്. പിന്നെ ഇപ്പൊ അമ്മായിമ്മ ഇവിടെ ഇല്ല. അമ്മായിമാന്റെ ഏടത്തിന്റെ പെരേക്ക് പോയിക്കണ്. അപ്പൊ ഒന്ന് വിളിച്ചത് അനക്ക്. അനക്കൊക്കെ സുഖല്ലേ? എല്ലാരും കാണാനൊക്കെ പോതുണ്ട്. പെരേക്കും കൂടി ഒന്നും പോവാൻ പറ്റണില്ലടി. ഉമ്മാന്റെ പാടെന്താന്ന് അറിയാം എനിക്ക്? ഇമ്മ വിളിക്കും, എപ്പോഴെങ്കിലും ഒക്കെ ഒന്ന് വിളിക്കുള്ളൂ. വന്നീലേ? ഞാൻ വിചാരിച്ചിട്ടുള്ളൂ ആ മഴയത്തും കാറ്റത്തൊക്കെ എങ്ങനെയാണ് അവന്റെ ഉമ്മ അവിടെ നിന്നുള്ളത്. ആണ്ട് വന്നിട്ടില്ലല്ലേ? അതിന്റെ മനസ്സ് ശരിയല്ലേക്കാരടി, അതാവോ വരാത്ത്. എന്ത് പാട് മളെ. അങ്ങനെയൊക്കെയാണ് പോണു. ഞാൻ ഏറെ വിളിച്ച ഒരു കാര്യം പറയാനാ. എന്റെ മാപ്പിള മളെ നമ്മൾ ഉദ്ദേശിച്ച ആളൊന്നുമല്ല. കള്ളും കഞ്ചാവും അടി. ഇന്ന് നേരെ കൊളുത്തിട്ട് രാവിലെ വന്നിക്കണു. എന്നിട്ട് ബോധമില്ലാത്ത ഉറക്കുറങ്ങിക്കു. ഞാൻ ക്ലാസ് തുടങ്ങുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നെ കൊറേ ചീത്താറിഞ്ഞു. പണ്ടം കൊടുക്കാത്തതിനെ പറ്റിയിട്ടും. പഠിപ്പിക്കാനൊന്നും ഓല് പറഞ്ഞിട്ടില്ല. എത്ര എന്റെ അമ്മായിമ്മ വെറുതെ ഏറ്റതാണെന്നാ പറയണത്. നല്ല കുടിക്കൂടി. ആകെ പേടിയാവുക. ഉമ്മാനോട് ഇതൊന്നും പറയണ്ടട്ടോ. ഉമ്മാക്ക് ഞാവും കൂടി കേട്ട സങ്കടാവും. അല്ലെങ്കിലോ സ്വർണത്തിന്റെ കാര്യം പറഞ്ഞിട്ട് ഇവിടെ പ്രശ്നമാണെന്ന് ഉമ്മാക്ക് അറിയാം. ഇനിയിപ്പൊ കള്ളുടിക്കുന്നൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതും വലിയ ടെൻഷനേക്കാരം. എന്ത് ഇങ്ങാക്കെ കൂടി എനിക്ക് വിധിച്ചിട്ടുള്ള ഇതേക്കാരം. ആദ്യത്തെ കല്യാണത്തിൽ ഞാൻ നല്ല സന്തോഷിച്ച് നടന്നീലേ ഇക്കാന്റെ പിന്നാലെ. അപ്പൊ കുറച്ച് സങ്കടം ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ടാവും. സാരില്ലടി, എന്നെങ്കിലും ശരിയാവും എന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ ഇവിടെ നിക്കല്ല. അപ്പൊ എന്താ ചെയ്യാ? ഇനി ഉമ്മാന്റെ കാലിലോട്ട് തന്നെ ചെന്നിട്ട് ഞാൻ എന്ത് കാട്ടാനാടി? അണക്കന്നെ അറിയില്ലേ എന്റെ അമ്മ എങ്ങനെ ഇത്രയും ദിവസം എന്നെ നോക്കിയത് എന്നുള്ളത്. ആ പഠിച്ചതും കൂടി വെറുതെ ആയല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ്. ശരിയാവും ഇക്കാരം.
വൈകുന്നേരം വരുണ്ടാവും. വരുമ്പോത്തിന് പണികളൊക്കെ കഴിച്ചേക്കാനാ പറഞ്ഞിക്കണത്. വാണ്ടടി ഇങ്ങോട്ട് വരണ്ട. വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ മളെ ഒരു സ്വസ്ഥത ഉണ്ടാവൂല. അണക്കും ഈ കേക്കണ നിക്കും ഉണ്ടാവൂല. അന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എങ്ങനെയൊരു സഹിച്ചു നിക്കാൻ പറ്റുമോ? നിങ്ങൾ ആരും വരണ്ട. ഞാൻ അതേപോലെ ആരും ഇല്ലാത്ത സമയത്ത് ഞാൻ വിളിക്കണ്ട്. പിന്നെ വിളിക്കട്ടോ. ഇനിയിപ്പോ വരുമ്പോത്തിന് പണിയോളം ആയിക്കോട്ടെ. ആടി ആയിക്കോട്ടെ.